ഉമ്മൻചാണ്ടിയുടെ മരുമകൻ എന്ന തന്റെ മേൽവിലാസം UDF-നെയും LDF-നെയും ഭയപ്പെടുത്തുന്നുവെന്ന് കൊടുങ്ങല്ലൂരിലെ NDA സ്ഥാനാർത്ഥി വർഗീസ് ജോർജ്. ഭാര്യ മറിയ ഉമ്മന്റെ മാനസികമായ പിന്തുണ തനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുപ്രവർത്തനത്തിന് 2020 തെരഞ്ഞെടുത്തത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണെന്നും വർഗീസ് ജോർജ് TCVയോട് പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലം, മറിയ ഉമ്മനുമായുള്ള വിവാഹത്തിലൂടെ കോൺഗ്രസിലേക്കും നീണ്ട ബന്ധുത്വം. എന്നാൽ വർഗീസ് ജോർജ് തിരഞ്ഞെടുത്ത പൊതുപ്രവർത്തന വഴി വേറിട്ടതായിരുന്നു. മാനേജ്മെന്റ് പ്രൊഫഷണലായി ദുബായിൽ പ്രവർത്തിച്ചിരുന്ന വർഗീസ് ജോർജ് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 2020 അംഗത്വം സ്വീകരിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് ഏറെ നാളായി പ്രവർത്തിച്ചു വരികയായിരുന്നു. വ്യക്തമായ വികസന കാഴ്ചപ്പാടോടെയാണ് സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയതെന്ന് അദ്ദേഹം പറയുന്നു. വികസനം വരുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ച് ജനഹിതം നോക്കി പ്രവർത്തിക്കണം. ഞാൻ ജനഹിതത്തിന്റെ കാര്യം വരാൻ നേരത്ത് ഞാൻ 2020കാരനല്ല, ഞാൻ NDA-കാരനല്ല, ഞാൻ BJP അല്ല. ഞാൻ പച്ചയായ മനുഷ്യൻ, ജനത്തിന് നല്ലത് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഭാര്യ മറിയ ഉമ്മൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പല മണ്ഡലങ്ങളിലും പ്രചരണത്തിനുണ്ടെങ്കിലും കൊടുങ്ങല്ലൂരിൽ മനസ്സുകൊണ്ട് തനിക്കൊപ്പമാണെന്ന് വർഗീസ് ജോർജിന് ഉറപ്പുണ്ട്. ഈ ലോകത്ത് വേറെ ആരൊക്കെ എന്നെ എതിർത്ത് പറഞ്ഞാലും മറിയ ഉമ്മനെ എതിർത്ത് പറയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ശ്രീ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്താണ് ഞാൻ 2020 ചേർന്നത്. വീട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതിലൊരു പുതുമയുള്ള കാര്യമല്ല. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ NDA-യിൽ എന്ന പ്രചരണത്തെയും വർഗീസ് ജോർജ് നേരിടുന്നു. ഞാൻ നെഞ്ചിലേറ്റുന്ന ഒരു ആദർശമുണ്ട്. അത് നമ്മുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയിൽ നിന്ന് മരിച്ചതാണ്. നീ ചെയ്യുന്നത് സത്യമുള്ളതാണ് എന്നുണ്ടെങ്കിൽ, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകം മൊത്തം എതിർത്താലും അന്തിമ വിജയം നിനക്കായിരിക്കും. കൊടുങ്ങല്ലൂരിൽ അവസാന നിമിഷം BJP-യുടെ പ്രമുഖ നേതാവ് B. ഗോപാലകൃഷ്ണന് പകരം 2020 സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയ വർഗീസ് ജോർജ് തന്റേതായ ശൈലിയിൽ പ്രചരണ രംഗത്ത് സജീവമാണ്. തെരഞ്ഞെടുപ്പ് കളത്തിലെ വീര്യം വോട്ട് കണക്കിൽ പ്രതിഫലിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം. TCV ന്യൂസ്, തൃശൂർ.